മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ്. കരിമണൽ കമ്പനിയായ CMRLുമായി എക്സാലോജിക് നടത്തിയ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിട്ടതോടെയാണ് 2 വർഷത്തിലേറെയായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദം കൂടുതൽ കത്താൻ തുടങ്ങിയത്. വിവാദങ്ങളേറെ ചർച്ച ചെയ്യുമ്പോഴും എക്സാലോജിക് കമ്പനി എന്താണെന്നോ എന്തുകൊണ്ട് വിവാദങ്ങൾ ഉയരുന്നുവെന്നോ ഉടമയായ വീണ വിജയൻ ഒരിക്കലും വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എക്സാലോജിക് കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നും മലയാളികൾക്ക് അപരിചിതമാണ്. എന്താണ് എക്സാലോജിക് കമ്പനി? 2014 ആരംഭിച്ച 1 പേഴ്സൺ കമ്പനിയാണ് എക്സാലോജിക്. വീണ വിജയൻ എന്ന ഒരേയൊരു ഉടമ മാത്രമാണ് ഈ കമ്പനിക്കുള്ളത്. 1 ലക്ഷം രൂപ മൂലധനത്തിലാണ് കമ്പനിയുടെ തുടക്കം. വീണ വിജയൻ ഡോക്ടർ ഓഫ് പിണറായി വിജയൻ AKG സെന്റർ പാളയം തിരുവനന്തപുരം എന്ന വിലാസമാണ് കമ്പനി രജിസ്ട്രേഷനായി ഉടമയെന്ന നിലവിൽ വീണ വിജയൻ നൽകിയിരിക്കുന്ന രേഖ. 2014 സെപ്റ്റംബർ 19 ബംഗളൂരു രജിസ്റ്റർ ഓഫ് കമ്പനീസിന് മുന്നിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തത്. നമ്പർ 56 ഫസ്റ്റ് A മെയിൻ 7th ബ്ലോക്ക് കോറമംഗല ബംഗളൂരു എന്ന വിലാസത്തിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ അനുബന്ധ സർവീസുകൾ എന്നാണ് കമ്പനിയുടെ പ്രവർത്തന മേഖലയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലും മറ്റെവിടെയും IT അനുബന്ധ സോഫ്റ്റ്വെയർ ബിസിനസ് കൺസൾട്ടൻസി സർവീസ് അടക്കം വളരെ വിപുലമായ പ്രവർത്തന മേഖലയാണ് വീണയ്ക്കുള്ളത്. വീണ വിജയന്റെ അമ്മയും പിണറായി വിജയന്റെ ഭാര്യയുമായ കമല വിജയനാണ് കമ്പനിയുടെ നോമിനി. കമ്പനി ഡയറക്ടറായി പ്രവർത്തിക്കാൻ സമ്മതമറിയിച്ച് ബംഗളൂരു ROCക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ വിജയൻ താൻ മറ്റൊരു കമ്പനിയിൽ കൂടി ഡയറക്ടറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ടോളന്റ് സിസ്റ്റംസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ മുഴുവൻ സമയ ഡയറക്ടറായിരുന്നെന്നായിരുന്നു വെളിപ്പെടുത്തൽ. 2014 1 ലക്ഷം രൂപ പ്രവർത്തന മൂലധനത്തിൽ ആരംഭിച്ച കമ്പനിക്ക് 2015 ധനലക്ഷ്മി ബാങ്കിന്റെ കോറമംഗല ശാഖ 50 ലക്ഷം രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്ക് പ്രവർത്തന മൂലധനമെന്ന നിലയിൽ നൽകിയ ഈ വായ്പയാണ് എക്സാലോജിക്കിന് ലഭിച്ച ആദ്യ സാമ്പത്തിക സഹായം. വീണയുടെ കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന്റെ 1 വർഷം മുൻപാണ് ഈ വായ്പ ഒരുമിച്ച് അടച്ചു തീർത്തത്. എക്സാലോജിക്കിന് തുടർച്ചയായ 4 വർഷം വിവാദ കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ഈടില്ലാ വായ്പ ലഭിച്ചിരുന്നു. 2016 മുതൽ 2019 വരെ ആകെ 77.60 ലക്ഷം രൂപയാണ് എംപവർ എക്സാലോജിക്കിന് നൽകിയത്. പെട്ടെന്ന് തിരിച്ചടക്കേണ്ട ഈടില്ലാത്ത വായ്പാ തുകയാണ് നൽകിയത്. മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെടെ CMRLന്റെ ഉടമ ശശിധരൻ കർത്ത, ഭാര്യ ജയ കർത്ത എന്നിവർ ഡയറക്ടർമാരായ കമ്പനിയാണ് എംപവർ. 2016 25 ലക്ഷം രൂപ, 2017 37.36 ലക്ഷം, 2018 10.36 ലക്ഷം രൂപ, 2019 4.88 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ആകെ 77.60 ലക്ഷം രൂപ എക്സാലോജിക് വാങ്ങിയിരിക്കുന്നത്. CMRL നിന്ന് എക്സാലോജിക്കും വീണ വിജയനും 1.72 കോടി രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിൽ കണ്ടെത്തിയ വലിയ ചർച്ചയായിരുന്നു. നൽകാത്ത സേവനത്തിനാണ് ഈ പണം കൈപ്പറ്റിയതെന്നായിരുന്നു കണ്ടെത്തൽ. 1.72 കോടി നൽകിയ കാലയളവിൽ തന്നെയാണ് ഈടില്ല വായ്പയും നൽകിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു സാമ്പത്തിക സ്ഥാപനവും ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത വായ്പ നൽകാറില്ലെന്ന് കമ്പനികാര്യ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. ഒരു കമ്പനിയുടെ വാർഷിക വിറ്റുവരവിൻ്റെ 25%-ലധികം സാമ്പത്തിക സ്ഥാപനങ്ങൾ വായ്പയായി നൽകാറില്ല. സാമ്പത്തിക സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇത്തരം വായ്പ നൽകുന്നത് റിസ്ക്കുള്ള ഇടപാടാണ്. എക്സാലോജിക്കിനെതിരെ നിലവിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയോ അന്വേഷിക്കണം എന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ശുപാർശയും നിലവിലുണ്ട്. എക്സാലോജിക്കിനെതിരായി PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയും ഹൈക്കോടതിയിലുണ്ട്. ഈ അന്വേഷണങ്ങളെല്ലാം ശരിയായ രീതിയിൽ നീങ്ങിയാൽ എക്സാലോജിക്കിനെ കുറിച്ചുള്ള ദുരൂഹതകളും വീണ വിജയൻ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമെല്ലാം പുറത്തുവരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.